പോടാ, നീ ഇവിടെ നിൽക്കണ്ട, പോടാ, നിന്റെ ഉപ്പ വരുമ്പോ പോടാ, നിങ്ങൾ തട്ടിച്ചിട്ട് പൊയ്ക്കത് ഇവിടുന്ന്. ഏയ് നീ എന്തൊന്നും മിണ്ടാത്തത്? ഭയങ്കര വിഷമം പോലെ. എനിക്ക് വല്ല നാണണ്ടാ? ഞാൻ പറഞ്ഞ കാര്യം നീ അറിഞ്ഞത്. ആ ഹലോ. ആ നിങ്ങൾ എന്തത് കുറേ നേരം ഇവിടെ നിൽക്കണത്? ആ സ്പോട്ടിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ഇതാ അവിടെ നിൽക്കുന്നുണ്ട്. ഇല്ലക്കാ ഞങ്ങളിത് എവിടെ എത്താനാ? ഞാൻ വളവ് കഴിഞ്ഞ് ഇപ്പം അങ്ങോട്ട് എത്തും കേട്ടാ. അതെ, ആ എന്നാൽ വേഗം വരും. ഞാനിപ്പോൾ അരമണിക്കൂറായി നിൽക്കണ്. താല്പര്യം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കാര്യം പറയണം. എന്താ വെച്ചാലേ നിങ്ങൾ അഡ്വാൻസ് തന്ന കാരണമാണ് ഞാൻ അത്രയും കാലം ഞാൻ കാത്തിരിക്കുന്നത്. വേറെ കൊടുത്തു കഴിഞ്ഞാൽ ഇല്ല, നമ്മളങ്ങനെ ചെയ്യില്ല. ഞങ്ങളിതാ വന്നോണ്ടിരിക്കുകയാണേ. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ അത്രയും മഴ ആയതുകൊണ്ട് വരാൻ പറ്റാത്തതാ. ഇന്നിതാ അതിന്റെ ഫോമും കാര്യങ്ങളും ആ പവർ ഓഫ് അറ്റോർണി എല്ലാം ആയിട്ടാണ് ഇന്ന് വന്നത്. ഇന്ന് നമുക്ക് നേരെ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം തന്നെ ഉള്ളൂ. ഞങ്ങളിത് എപ്പോൾ എത്താനായി. പിന്നെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ എനിക്കിത് കൊടുക്കണം എന്നൊരു ആവശ്യമൊന്നുമില്ല. പിന്നെ കുറച്ച് കാശിൻ്റെ ബുദ്ധിമുട്ട് കാരണം കുറച്ച് അത്യാവശ്യം പൈസയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളടുത്ത് വാക്ക് പറയുകയും ചെയ്തു, അഡ്വാൻസ് വാങ്ങി. പിന്നെ അതിന് പിന്മാറുന്നത് അതൊരു ചരിത്രം ചെയ്യുന്ന സ്വഭാവമല്ലേ. ഇല്ല, ഞങ്ങൾക്ക് ആ സ്ഥലം കണ്ടപ്പോൾ ഇഷ്ടമായി. അവിടെ വീട് പ്ലാനും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോധ്യമായതുകൊണ്ടാണ്. എന്നാൽ പിന്നെ ഈ സ്ഥലം ഞങ്ങൾക്ക് ഇഷ്ടമായ കാരണം പിന്നെ നമ്മൾ അഡ്വാൻസ് ഒന്ന് തന്നത്. ഞങ്ങളിത് എത്താനായി, ഇതേ എത്തുകയായി. ആ ശരി എന്നാ. എന്താ ചെയ്യും, നിൽക്കണം താല്പര്യമില്ല. എന്താ ചെയ്യുക, നിവൃത്തിയോടുകൊണ്ട് വേറെ രക്ഷയില്ലല്ലോ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെ ശരിയാകും? ശരി എവിടെ ഇവിടെ ആരും ഇല്ലേ? ഇവിടെ ഒന്നും ആരും ഇല്ലത്. ഇതാരെങ്ങനെ അലരി പൊളിക്കണ്ടല്ലോ. ആ ഇതാരത്? നീയാ? നിനക്ക് ഈ വീട്ടിലേക്കുള്ള വഴിയൊക്കെ അറിയോ മോനെ? പിന്നെ അറിയാണ്ട് അറിഞ്ഞതുകൊണ്ടല്ലേ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. അല്ല ഇപ്പൊ എന്തേന്ന് വരാൻ വഴി അറിയോന്ന് പറയുമ്പോഴേക്കും മോന്റെ ഒക്കെ കയറ്റി പിടിച്ചിട്ട് ഇനിയിപ്പോ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാ വന്നിക്കണേ? ഞാന് ഇവിടുത്തെ ആരാണ്? ഞാൻ ഉമ്മാന്റെ മോനല്ലേ? അല്ല, ഇന്ന് ആ സ്ഥല കച്ചവടമായിന്ന് അറിഞ്ഞല്ലോ. അത് ആരുടെ ചോദിച്ചിട്ടാണ് ഉമ്മ അത് വിറ്റത്? എൻ്റെ അടുത്തൊരു വാക്ക് ചോദിച്ചാ? ഓ അതറിഞ്ഞിട്ട് വന്നാണല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും, മണത്ത് പിടിച്ചിട്ട് അറിഞ്ഞിട്ട് സ്ഥലത്തിന്റെ കച്ചവടം ഒന്നും ഇതായില്ലോ അപ്പൊ അങ്ങോട്ട് വന്നാവൂല്ലേ? അല്ലാണ്ട് ഉമ്മാനോട് ഉപ്പാനോടുള്ള സ്നേഹം കൊണ്ട് നീ വന്നല്ലേ കാണാനല്ലേ? അല്ല, ഈ സ്ഥലം കച്ചവടം പറയാന് നീ ആരടാ? നീ ആരാണ് ഒന്ന് പറയേ, ഞങ്ങളുടെ നീ ആരാ? അതെ, ഈ വീട്ടിലത്തെ മൂത്ത മോനാണ് ഞാന്. ആ സ്ഥലം വിൽക്കണ്ടെങ്കിലേ അതിനുള്ള അധികാരവും അവകാശവും എനിക്കുണ്ട്. എങ്ങനെ നിങ്ങൾ ആ സ്ഥലം വിൽക്കുക? എനിക്ക് അതിനുള്ള അവകാശം കിട്ടിയിരിക്കണം. അല്ലെങ്കിൽ ആ സ്ഥലം ഞാൻ എങ്ങനെയായാലും വിൽപ്പിക്കില്ല. ഇന്ന് ആ രജിസ്ട്രേഷൻ കഴിഞ്ഞെന്നും പൈസ ഉപ്പാടെ കയ്യിൽ കിട്ടിയെന്നും എല്ലാം ഞാൻ അറിഞ്ഞിട്ട് തന്നെ അങ്ങോട്ട് വരുന്നത്. സ്വത്തിന്റെ പാകം കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. അതെ, അവിടെ നിന്ന് ബഹളം വെക്കണ്ട. ഇപ്പുറത്തുള്ള ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി വന്നാ നീ അവിടെ കച്ച കെട്ടിയിട്ട് എന്തുണ്ടെങ്കിലും അകത്ത് വന്ന് വർത്താനം പറയും. ഇങ്ങോട്ട് വാ, നീ അവിടെ നിന്നിട്ട് ഒച്ചയും ബഹളം കേൾക്കണ്ട. റോട്ടിൽ കൂടി പോണവരൊക്കെ ശ്രദ്ധിക്കും. ചെല്ല്, കാശിന് വന്നിരിക്കണം, കാശിന്. അങ്ങനെ അകത്ത് കയറി ഇരിക്കാൻ വേണ്ടി വന്നതല്ല. അപ്പുറത്തെ ആൾക്കാർ കേൾക്കുകയാണെങ്കിൽ കേൾക്കട്ടെ, നിങ്ങൾ നാറട്ടെ, നിങ്ങളുടെ സ്വഭാവമൊക്കെ അറിയട്ടെ. അതിന് വേണ്ടിയിട്ട് തന്നെ ഇവിടെ വന്നിരിക്കണത്. എനിക്കിതിലൊന്നും അറിയണം. എനിക്ക് എൻ്റെ ഭാഗം കിട്ടണം, അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റിൻ്റെ പകുതി കാശ് എനിക്ക് കിട്ടണം. അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. നിങ്ങൾക്ക് വേറെ മക്കളൊന്നും ഇല്ലല്ലോ, ഒരു മോൻ തന്നെ അല്ലുള്ളൂ. എനിക്ക് അതിനുള്ള അവകാശം കിട്ടണം. ഓ മൂത്ത മോനാണത്ര. മൂത്ത മോൻ പറയാൻ എനിക്ക് എങ്ങനെയാണെന്ന് ആവുമ്പോന്തിന് നന്നെ 10 മാസം ചേർന്ന് പ്രസവിച്ചൊരു തെറ്റെണ്ണടാ ഞാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ അടുത്ത്. അപ്പം അമ്മയാണത്ര, മൂത്ത മോനാണത്ര. ഏത് വഴിയിൽ മൂത്ത മോൻ പറയേ? ആ സ്ഥലം വിറ്റ് ആ പൈസക്ക് നീ വന്നാണല്ലേ ഭാഗത്തിന്? അതെ നോക്കി, നീ ഒന്ന് ഓർത്തോ, 10 പൈസ എൻ്റെ ഉപ്പ തരികയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ വിട്ടൂല. പൊക്കോ, നീ ആരാ വലുത് പറഞ്ഞിട്ട് പോയി അവരോട് പൊയ്ക്കോ. നീ പിന്നെ ഇവിടെ ഒന്നൊന്ന് ഒച്ചിട്ടാലും ശരി, ഇപ്പുറത്തുള്ളവർ കേൾക്കും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ആരോ കേട്ടോട്ടോ, നീ എന്തോ വെച്ചോ, നമുക്ക് ഒരു പ്രശ്നമില്ല. നീ പൊയ്ക്കോ, നീ നിന്നിട്ട് കാര്യമില്ല. ഞങ്ങളൊന്ന് മനസ്സമാധാനമായിട്ടൊന്ന് ജീവിക്കട്ടാ. ഞങ്ങൾക്ക് ഏത് വകയില്ല. മൂത്ത മോനല്ലേ, ഞങ്ങളെപ്പറ്റി എന്തെങ്കിലും നീ ചിന്തിക്കാണ് നീ പോയില്ലേ? ഞങ്ങൾ പട്ടിണി കിടക്കുന്നുണ്ടോ, ഞങ്ങൾ കഴിക്കുന്നുണ്ടോ, എന്താണ് ഒരു അന്വേഷണം നിനക്കുണ്ടാ? ഇന്ന് സ്ഥലം വിറ്റപ്പോൾ നീ വന്നിരിക്കണോ ഭാഗം ചോദിക്കാൻ? അതെ, മരിച്ചൊന്നും പോയിട്ടില്ലല്ലോ തിന്നാനില്ലാണ്ട്. നിങ്ങൾ 2 പേരല്ലേ ഉള്ളൂ. റേഷൻ കടയിൽ പോയാലേ അരി കിട്ടും, ആശുപത്രിയിൽ പോലെ ഫ്രീ ആണ് ചികിത്സയൊക്കെ. ജീവിച്ചുകൂടെ സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി ആ സ്ഥലം വിറ്റത്രേ. അതെ, നീ വലിയ നായികരിക്കാണ്ട് നീ ഇറങ്ങിപ്പോടാ.
ഉമ്മാനും ഉപ്പാനും നോക്കാത്തരും മോൻ പറയാൻ എനിക്ക് അറക്കുക ചെയ്യുന്നു. ഭാഗം ചോദിച്ചു വന്നിരിക്കണം ഭാഗം. അതേ നിന്റെ പെണ്ണിൻ്റെ വീട്ടുകാരെയും വാക്ക് കേട്ട് നീ ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലേ, അവർ തന്നെ നിൻ്റെ ആൾക്കാർ. നീ പൊയ്ക്കോ, ഇവിടെ ആരുണ്ട് പറഞ്ഞിട്ട് വന്നിരിക്കണേ? ഒരു പെറ്റ പാവം തന്നെ താൻ നിന്നെ ചെയ്തിട്ടുള്ളൂ, അല്ലാണ്ട് നിനക്ക് ഒരു പാവം ചെയ്തിട്ടില്ല. എത്ര പോലും വളർത്തി വാലുവാക്കി നിനക്കൊരു പെണ്ണ് കെട്ടി തന്നില്ലേ? ആ പെണ്ണ് വലുത് പറഞ്ഞിട്ട് പെണ്ണ് വിളിച്ച് ഇറങ്ങി പോയില്ലേ? അവരെന്നെ വലുത്. വലുതാണെ നീ പോടാ, നീ ഇവിടെ നിൽക്കണ്ട, പോടാ, നിന്റെ ഉപ്പ് വരുമ്പോൾ പോടാ, നിങ്ങൾ തട്ടിച്ചു പൊയ്ക്കത് ഇവിടുന്ന്. വാതിൽ തുറന്നു കൊടുക്കണ്ടല്ലോ. അത് വാതിൽ തുറന്നിട്ട് വേറെ എവിടേക്കും പോയാ നായ്ക്കളൊക്കെ ഉള്ളിൽ കയറില്ലേ? നീ എവിടെ ഇരിക്കുക? കച്ചവടമൊക്കെ അടിപൊളിയായിട്ടേ നല്ല ഇതിൽ കഴിഞ്ഞു. അതെ പൈസ ഒരാഴ്ച പകുതി പൈസ കിട്ടുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പൈസ തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ. നീ എന്തൊന്നും മിണ്ടാത്തത്? ഭയങ്കര വിഷമം പോലെ. കച്ചവടം നടന്നത് എനിക്ക് സന്തോഷിക്കല്ലേ വേണ്ടത്, ദുഃഖത്തിനല്ലോ. എന്ത് പറ്റി? അല്ല, മോൻ വന്നിട്ടുണ്ടായിരുന്നു. അവൻ വന്ന് കുറേ ഞാൻ വിചാരിച്ച് എൻ്റെ മോനെ എങ്ങോട്ട് വഴിയൊക്കെ അറിയോ, എന്താ വന്നിക്കണെന്ന് തന്നെ ചോദിച്ചുള്ളൂ. അപ്പോൾ അവൻ നമ്മളെ കാണാൻ വന്നതെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അവൻ വന്നത് വേറെ സ്ഥലം നമ്മൾ വിറ്റില്ലേ, അതെങ്ങനെയോ മണത്ത് പിടിച്ച് ആര് പറഞ്ഞാണ് അപ്പോൾ അതറിഞ്ഞിട്ടാണ് വന്നിക്കണം. എനിക്ക് വേണം, ഭാഗം വേണം എന്നൊക്കെ. ഞാൻ എന്തൊക്കെയൊക്കെയോ വന്ന ദേഷ്യത്തിൽ ചീത്ത പറഞ്ഞു, പോടാ കടന്ന് പോടാന്ന് പറഞ്ഞിട്ട് മോനൊരു അടിയും കൊടുത്ത് പറഞ്ഞു. അവൻ വന്നാ? അപ്പൊ സ്ഥലക്കച്ചവടം ചെയ്തൊന്നും അവനറിയില്ലല്ലോ, പിന്നെ എങ്ങനെ മണച്ചു പിടിച്ച്? ഒരാളും പുറത്ത് പറയാണ്ടാണ് സീക്രട്ടായിട്ടുള്ള കച്ചവടം നടത്തുന്നത്. അപ്പൊ ആരോ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും, പറഞ്ഞിട്ടുണ്ടാവും. കുഴപ്പമില്ല, അവൻ അറിഞ്ഞുകൊണ്ട് കൊടുത്തല്ലേ. അവൻ ഈ സ്ഥലം വിറ്റതിൽ ഷെയർ വേണമെന്നാ പറയണേ. പിന്നെ ഷെയർ വേണം, എൻ്റെ സ്വത്തിൽ പകുതി വേണം. ഞാനിവിടെ ആൾക്കാരെ മുന്നിൽ നിങ്ങളെ നാറ്റിക്കുന്നതിന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടി. എന്ത് കാണിച്ചു കൂട്ടിയാലും നമ്മളെ മോനല്ലേ, എന്തെങ്കിലും കൊടുക്കണ്ടേ? കൊടുക്കാണ്ടിരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യാം? ഇല്ല, എന്ത് ഷെയർ ചോദിച്ചിട്ട് അവൻ വരുന്നത്? അവന് എന്ത് അവകാശമുള്ളൂ ചോദിക്കാൻ? ഇത്രയും കാലം അവൻ ഒറ്റയ്ക്ക് പോയില്ലേ? ഉപ്പ അമ്മ ഇവിടെ എന്ത് ചെയ്യണു? എന്ത് കഞ്ഞി കുടിക്കുന്നുണ്ടോ, അതോ വയ്യാതെ എന്തോ അന്വേഷിക്കുന്നുണ്ടോ? ഒരു ഫോൺ വിളിയോ ഒരു അന്വേഷണം ഒന്നുമില്ല. പെട്ടെന്ന് സ്ഥലം വിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ വേറെ ആരോന്ന് പറയണ കേട്ടു. കൂട്ടുകാരന്മാരറിയാൻ തോറ്റി കൊടുത്താവും. അറിഞ്ഞിട്ട് ഓടി വന്നിട്ട് അതിൻ്റെ ഷെയർ വേണം, പകുതി വേണമെന്ന്. അല്ല മനസ്സിലായില്ല, അവ എന്ത് ഭാവിച്ചിട്ടാണ്? നീ നിൽക്കാതെ ചോദിക്കാന്നാവില്ലേ? ഞാനൊക്കെ ചോദിച്ച് ഒരെണ്ണം കൊടുത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. അതാണ് എനിക്ക് വല്ലാത്ത വിഷമം. എൻ്റെ കുട്ടി വന്നിട്ട് ഒരടിയും കൊടുത്ത് കടന്ന് പോടാ പറഞ്ഞിട്ട് പിടിച്ച് തള്ളി പറഞ്ഞു. അതാണ് എനിക്ക് ഭയങ്കര. ഞാനുണ്ടാവാൻ വരണോ? അപ്പം അവന് മറുപടി ഞാൻ കൊടുത്തേനെ. അവനെ പണ്ടുന്ന കാര്യമില്ല, മറ്റവർ പറഞ്ഞ് പിരിവെച്ച് കൊടുത്ത് പറഞ്ഞാച്ചാണ്. നിങ്ങൾക്ക് നമ്മളെ മോനെ പറ്റി നമുക്ക് അറിഞ്ഞൂടെ? ആര് പിരിവെച്ച് കൊടുത്താലും വന്ന് ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കുക. അവനത്തെ കെട്ടുകണക്ക് കൊണ്ട് വെച്ചിരിക്കല്ലേ. ഞാൻ എത്ര കയ്യും കാലും പിടിച്ചിട്ട് ഓരോരുത്തരും നഷ്ടം വലിക്കാണത് വിറ്റ തന്നെ. നഷ്ട കച്ചവടം അപ്പത്തിനൊക്കെയാണ് നിങ്ങൾ കൊടുത്ത്? എത്ര കിട്ടി? എന്നിട്ട് ഒരുപാട് നഷ്ടത്തിൽ പോയില്ലേ നമ്മളായിട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ? എല്ലാ എത്ര നഷ്ടത്തിലായാലും നമ്മളെ മോനിക്ക് വല്ലതും കൊടുക്കണം. നമ്മൾ മോനിക്ക് വല്ലതും കൊടുക്കാണ്ട് പറ്റില്ല. എന്തായാലും അവനിക്ക് എന്തെങ്കിലും കൊടുക്കണം. അവനത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്തോട്ടെ, ബിസിനസ് ചെയ്തിട്ടോ എന്തെങ്കിലും ചെയ്തവൻ ജീവിക്കട്ടെ. കൊടുക്കാണ്ട് പറ്റില്ലല്ലോ. ഈ നഷ്ടം എന്ന് പറയണതേ നമ്മൾ പുറത്തിങ്ങനെ വിൽക്കുമ്പോൾ കുറേ സമയങ്ങൾ പിടിക്കും, ദിവസങ്ങൾ പിടിക്കും. നമുക്ക് അർജൻറ്റാണുള്ള കാശ് നമ്മൾ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു മുന്നേ. അപ്പോൾ 25 ലക്ഷം 30 ലക്ഷം കിട്ടുന്ന സ്ഥലമാണ്. നമുക്ക് മൊത്തം 20 ലക്ഷം രൂപയ്ക്ക് മൊത്തം കച്ചവടമാക്കി. അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് 10 ലക്ഷം തരാൻ പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവർ തരും. അതൊക്കെ എഴുതിയിട്ടുണ്ട്. 10 ലക്ഷം രൂപ ഇപ്പോൾ കയ്യിൽ വന്നിട്ടുണ്ട്. അവനെന്തെങ്കിലും കൊടുക്കണം, കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. നമ്മുടെ മകനല്ലേ. നീ കൊണ്ടുപോയിട്ട് അൽമാരിൽ കൊണ്ട് വെച്ചാൽ പറ്റും അല്ലേ? ഞാൻ കൊണ്ട് വെക്കാം. നാണം കെട്ടൊരവസ്ഥയായിപ്പോയി. എൻ്റെ വീട്ടിൽ പോയിട്ട് എന്തിട്ടൊക്കെയാണ് തള്ള പറഞ്ഞത്? ഇറങ്ങിപ്പോവാനാ? അതിനുള്ള പണി ഞാൻ കൊടുക്കാം. പൈസ ചോദിക്കാൻ പോയപ്പോൾ അഹങ്കാരം കണ്ടില്ലേ? എൻ്റെ സ്വത്ത് തന്നെയല്ലേ അത്. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ. നീയപ്പോൾ ഒന്ന് എന്തായി പോയ കാര്യം? റെഡിയായാ? പോയ കാര്യമൊന്നും ശരിയായില്ലപ്പാ. അവർ തരാനൊന്നും പറ്റില്ല എന്നിട്ട് തന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഞാനെന്താ അവരെ മോനല്ലാത്ത പോലെ അവർ സംസാരമൊക്കെ ആകെ നാണം കെട്ട പോലെയായി. എനിക്ക് വല്ല നാണം ഉണ്ടാ? ഞാൻ പറഞ്ഞ കാര്യം നീ അറിഞ്ഞത്.
നിന്നോട് പോയി തല്ലുകൂടാൻ പറഞ്ഞാ ഇപ്പൊ ഒരു വല്ല എന്തെങ്കിലും വാങ്ങിയിട്ടോ സ്വത്ത് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ സമരം ചെയ്തിട്ടെങ്കിലും വാങ്ങണോ, അല്ലാണ്ട് നീ ഓടിപ്പോ ഇങ്ങോട്ട് ചീത്ത പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടും തിരിച്ചു പോന്നിരിക്കണോ? നിന്നോടൊന്നും പണ്ട് കാര്യണ്ട. ഇതുപോലും മേടിക്കാൻ പറ്റുള്ള കഴിവില്ലാത്തവനായിപ്പോയില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ മര്യാദയ്ക്ക് തന്നെ പോയി സംസാരിച്ചത്, തല്ലുകൂടാനൊന്നും നിന്നില്ല. സ്വത്തിന്റെ ഭാഗം സ്ഥലം വിറ്റപ്പോൾ നീ ഇവിടെ ചോദിച്ചു വന്നത് അല്ലെങ്കിൽ വന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ അവർ പറഞ്ഞു. അതൊന്നും കിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനി ഞാൻ അങ്ങോട്ടൊന്നും പോവില്ല പൈസ ചോദിക്കാനായിട്ട്. എന്ത് നീ ഇനി പോകില്ല എന്നാ? ഛേ, നിന്നെ കൊണ്ടല്ലാണ്ട് ഞാൻ പറഞ്ഞടാ. വെറുതെ ഭാര്യ വീട്ടിൽ ഇത് നിന്നോണ്ട് ഇരുന്നോ? 20 ലക്ഷത്തിനാണ് അവർ വിറ്റിക്കുന്നത്, മനസ്സിലായാ? അതിൽ 10 ലക്ഷം അവർ കൊടുത്തിട്ടുണ്ട്. ആ 10 ലക്ഷത്തിൽ മുന്നിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം വാങ്ങിയിട്ട് വന്നുകൂടാ എനിക്ക്? നിന്നോടല്ലാണ്ട് ഞാൻ വേറെ വല്ലവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടാവും. ഓ, എൻ്റെ ഗതികേട്. അല്ലാണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ഉപ്പ ഇങ്ങനെയൊന്നും പറയല്ലേ. ഞാൻ എന്ത് ചെയ്തിട്ടായാലും ആ പൈസ വാങ്ങിയിട്ട് വരാം. എനിക്ക് കുറച്ച് സമയം കാട്ട്. നീ ഒരാഴ്ച കഴിഞ്ഞ് വാങ്ങിയിട്ട് വരുമ്പോൾ അവിടെ ഉണ്ടാവില്ല. അവർ കടങ്ങൾ വീട്ടിൽ വേറെ ആണെങ്കിൽ ഡിപ്പോസിറ്റൊക്കെ ചെയ്യും. ഈ അച്ഛ വീട്ടിലെങ്ങനെ ഇരുന്നോ? അച്ഛ വീട്ടിൽ എത്ര കാലം ഇരുന്നോ എനിക്ക് അതിന് വില പോവും. അതാണ് ഞാൻ പറയണത്. പോയിട്ട് മെല്ലെ പോവാ. നാളെ പോയിട്ടേ ചോദിക്ക്. ഒരു 5 ലക്ഷം കാട്ടുന്ന തല്ലൂടി എങ്ങനെയും വാങ്ങിയിട്ട് വാ. അവർക്ക് ചിലവാക്കി കഴിഞ്ഞിട്ട് പോയിട്ട് എന്താ കാര്യമുള്ളത്? വല്ല കാര്യമുണ്ടോ? ഇല്ലല്ലോ. പറയണമെന്ന് മനസ്സിലാക്ക്. അതെ, നിനക്കും കൂടെ അവകാശപ്പെട്ടാണ് ഞാൻ പറയണത്. നിന്റെ ഭാര്യയും നിൽക്കും കൂടെ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ നിനക്കും കൂടെ അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇത്രത്തോളം പറയണത് മനസ്സിലായ? ഇനി എന്തോ ചെയ്തോ നീ? എന്താ കാര്യം? ഞാൻ ഒന്നുമില്ല. ഞാൻ